നിന്നെ നോമിനേഷൻ കൊടുത്തോ? ഓ, അതറിയാൻ കാത്തു നിൽക്കാണോ? കൊടുത്തു. പെട്ടെന്ന് ചെന്ന് ഹെഡ് ഓഫീസിൽ റിപ്പോർട്ട് കൊടുക്ക, അല്ലെങ്കിൽ മാഡം കോപിച്ചാലോ. എന്നും എല്ലാത്തിനും നിനക്ക് ഋഷി സാറ പിന്തുണ തന്നിരുന്നത്, ഇക്കാര്യത്തിനുണ്ടോ? ഇല്ല. തീരുമാനം ഉറപ്പിച്ചതേ നമ്മൾ തമ്മിലല്ലേ. സാർ സാറായി തന്നെ നിന്നോട്ടെ, നമുക്ക് മത്സരിക്കാം. എടി പൊന്നു മോളെ, കൂടെ നടക്കുന്ന ഞങ്ങൾക്ക് പോലും രംഭ ഏത് നിമിഷം എന്ത് പ്രവർത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ കഴിവുകേട് അല്ലേ കബനി? കബനി, ഞങ്ങളിതേ കാര്യമായിട്ട് പറയാ. മണികണ്ഠന് സംഭവിച്ചതിനേക്കാൾ കൂടുതൽ നീ അനുഭവിക്കേണ്ടി വരും. സാരമില്ല, എന്തായാലും അല്പമെങ്കിലും ധൈര്യം മനസ്സിൽ തോന്നാതെ ഞാനിത് ചെയ്യില്ലല്ലോ. നിങ്ങക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ ചെയ്. രംഭ ഒരു വാക്ക് പറഞ്ഞ അവൾക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. അവൾക്ക് വേണ്ടി ഒരാളെ കൊല്ലാൻ പറഞ്ഞാ പോലും ഞങ്ങൾ അത് ചെയ്യും. ചേടാ, ഇതെന്താ ഗുണ്ടാ ടീമോ? രക്തം കൊണ്ട് പ്രതിജ്ഞയെടുത്ത് നേതാവിനെ സംരക്ഷിക്കാൻ. അതെ. എന്തായാലും രംഭയോട് ഒരു കാര്യം ചെന്ന് പറഞ്ഞേക്ക്, കബനിയുടെ നോമിനേഷൻ പിൻവലിക്കാനല്ല മത്സരിക്കാൻ തന്നെയാണെന്ന്. അപ്പൊ ശരി, ഭീഷണിയും വെല്ലുവിളിയൊക്കെ കഴിഞ്ഞെങ്കി മക്കളൊന്ന് സ്ഥലം വിട്ടെ. ചെല്ലടാ. സർ, ഭീഷണിപ്പെടുത്താൻ വന്നതാ സർ. കബനി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു അവർ തീരെ പ്രതീക്ഷിച്ചില്ല. സാർ പറ, അവൾ ഇങ്ങനെ അഹങ്കരിക്കുമ്പോ അതിനൊരു തിരിച്ചടി കൊടുക്കണ്ടേ? താൻ ദൈവമൊന്നുമല്ലല്ലോ എല്ലാത്തിന്റെ വിധി നടപ്പിലാക്കാൻ. തെരഞ്ഞെടുപ്പ് ചെറുതായാലും വലുതായാലും അത് മത്സരമാണ്. അതിന് നിൽക്കണമെങ്കിൽ തന്നെ ഒരു പ്രത്യേക മനസ്സ് വേണം. സാറ് കൂടെ ഉള്ളതാ ഞങ്ങളുടെ ധൈര്യം. എനിക്കെല്ലാ കാര്യത്തിനും കൂടെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. എന്റെ പൊസിഷനും ഞാൻ നോക്കണമല്ലോ. സർ, എനിവേ, ബെസ്റ്റ് വിഷസ്. അങ്ങനെ പറയുന്നതും ഒരു ചടങ്ങാണല്ലോ, പരിചയമുള്ളവർ തമ്മിൽ. അതെന്താടി സാർ അങ്ങനെ പറഞ്ഞത്? നോമിനേഷൻ കൊടുത്തത് സാറിന് ഇഷ്ടമായില്ലേ? ഇഷ്ടാവാതിരിക്കാൻ ഇപ്പൊ എന്താ? അല്ലടി, എന്തോ ഉണ്ട്, അതുറപ്പാ. അതോ അത് കരുതിക്കൂട്ടിയായിരിക്കോ? അല്ലെങ്കിൽ രമ്യണിയമ്മ പറഞ്ഞു നടക്കില്ലേ സാർ ഇതിന്റെ പിന്നിലെന്ന്? പുതിയ പ്രിൻസിപ്പലിനെ അവര് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യും. സാറ് ബുദ്ധിമാനല്ലേ? അത് തന്നെ ആയിരിക്കും കാര്യം അല്ലേ? അല്ലത് പിന്നെ. രംഭയ്ക്കെതിരെ നീ സ്ഥാനാർത്ഥിയായതില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സാറ് തന്നെ ആയിരിക്കും. വാ. സർ, ഞാൻ സ്റ്റാഫ് റൂമിലൊക്കെ തിരക്കി സാറിന്. കാര്യം എന്താ പറഞ്ഞോളൂ. സാറിന് എന്താ എന്തോ ഒരു വിരോധം പോലെ? എന്ത് വിരോധം? ഞാൻ ഇലക്ഷന് നിൽക്കുന്നത് സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? ജനാധിപത്യമല്ലേ, പലരുടെ ഇഷ്ടങ്ങൾ പലതല്ലേ. സാർ, കാര്യം എന്താന്ന് പറ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. പിന്നെ പ്രവർത്തനമൊക്കെ നന്നായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? എന്ത് പറ്റി സാറിന്? ഞാൻ നോമിനേഷൻ പിൻവലിക്കണോ? സാറ് പറഞ്ഞ ഈ നിമിഷം ഞാനത് ചെയ്തോളാം. എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തിയ നാളെ ചിലപ്പോൾ കുറ്റബോധം തോന്നും. അതിൻ്റെ ആവശ്യമില്ല. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിൽ ഇടപെടാൻ എനിക്ക് അധികാരമില്ല, താല്പര്യമില്ല. സർ, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിൽ ഇടപെടാൻ എനിക്ക് അധികാരമില്ല, താല്പര്യമില്ല. സർ, സോ മറ്റേത് സ്ഥാനാർത്ഥിക്കും കിട്ടുന്ന പരിഗണന തനിക്കും കിട്ടും.
ശരിയായ ദിശയിലല്ലല്ലോ വീശുന്നത്. അതെന്തു പറ്റി? വിശ്വസിക്കാൻ പറ്റില്ല രംഭ. ചിലപ്പോ നമുക്ക് മുന്നിൽ ഇങ്ങനെ മതിയെന്ന് പ്ലാൻ ചെയ്താണെങ്കിലോ? എന്താടി ഋഷിയുമായ ഒരു അഭിപ്രായ വ്യത്യാസം? ഇവള് പറഞ്ഞതുപോലെ ഞങ്ങളെ കാണിക്കാനാണോ? നീ മത്സരം ഉറപ്പിച്ചെന്ന് ഇവര് പറഞ്ഞു. ബെസ്റ്റ് വിഷസ്. ഒരു പക്ഷേ നീ എന്നോട് മത്സരിച്ച കാര്യങ്ങൾക്കൊക്കെ ഒന്നിച്ച് തിരിച്ചു കിട്ടാനാവും ഈ മത്സരം. ഇനിയിപ്പോ എല്ലാവരെയും ഒന്ന് കാണാതെ പറ്റില്ലല്ലോ. മത്സരിക്കുന്നത് സൂപ്പർ സ്റ്റാറിനോടല്ലേ? എന്താ അതിന് പറയാ? ആ, വിശുദ്ധയായ ഗ്രാമീണ കന്യക. പേടിക്കാതെ പറ്റോ? വരട്ടെ. എന്താടി, അവൾ ഉടക്കാൻ വന്നതാണോ? പിന്നെന്താ, നിന്നെ സ്നേഹിക്കാനോ? പത്മിനി, ഋഷി സാറിന് എന്തൊക്കെയോ മാറ്റമുണ്ട്. ഞാനിപ്പോ സംസാരിക്കാൻ ശ്രമിച്ചിട്ട് എന്തോ ഒഴിഞ്ഞു മാറുന്നത് പോലെ. ചുമ്മാ അല്ല, ഇലക്ഷന് നിന്നത് സാറിന് ഇഷ്ടമായിട്ടില്ല. മണികണ്ഠൻ നിന്നപ്പോ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അതെ, മണികണ്ഠൻ നോമിനേഷൻ പിൻവലിച്ചപ്പോഴും സാർ അത് പാടില്ലായിരുന്നു എന്നാ പറഞ്ഞത്. എന്തായാലും ദേ, സാറിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നീ നോമിനേഷൻ പിൻവലിക്കാനൊന്നും നിൽക്കല്ലേ, ആകെ നാണക്കേടാവും. സാർ എന്നോട് സംസാരിക്കുന്നത് രംഭയും കൂട്ടുകാരും കേട്ടു. അവരതിന്റെ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. നീ ടെൻഷൻ ആവൊന്നും വേണ്ട. സാറിന് നമുക്ക് പിടിച്ചു നിർത്തി തന്നെ ചോദിക്കാം. വാ വാ. സർ, എന്താ? കബനി നല്ല വിഷമത്തിലാ സർ. സാറെന്താ അവളോട് സംസാരിക്കാത്ത? ഏയ്, ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞാലൊന്നും ഞാൻ വിടില്ല. എന്താ കബനിയായിട്ടുള്ള പ്രശ്നം? ദേ, രണ്ടാളും കൂടി ഇന്നലത്തെ പോലെ ചെറിയ കാര്യത്തിന് വഴക്കിട്ടിട്ട് അവസാനം എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുത്. അവള് പാതി കരഞ്ഞോണ്ടാ സാർ നടക്കുന്നേ. അതിന് ഞാനെന്ത് വേണം? നിങ്ങൾക്ക് ഈ അവർ ക്ലാസ് ഇല്ലേ? ഉണ്ട് സർ. എന്നാ പിന്നെ ക്ലാസ്സിൽ പൊയ്ക്കൂടെ? സർ, പഠിക്കാൻ വന്ന അതിൽ കോൺസെൻട്രേഷൻ വേണം. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ ഒരേ സമയം മാസ്റ്റർമാരാകാൻ പറ്റുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിനുള്ള കഴിവുണ്ടാവണമെന്ന് മാത്രം. മനസ്സിലായോ? രാഹുലേ, എന്നും എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല അല്ലേ? അതെ, മാറ്റം വരണമല്ലോ. പലരും മാറും അല്ലേ പത്മിനി? ദോ വരുന്നല്ലോ. എന്താടി? അയ്യോ, ഞാൻ ഇനിയിപ്പൊ നിന്റെ അടുത്ത് നിന്നാ പോലും പരാതിയാവും. അത് വേണ്ട. ഞങ്ങൾ നിന്റെ കൂട്ടുകാരിയെ ഒന്നും ചെയ്യാൻ വന്നതല്ല. നീ പേടിക്കണ്ട. എന്താടി? ഞാൻ ഋഷി സാറിനോട് സംസാരിച്ച് നിൽക്കായിരുന്നു. സാർ എന്താ പറഞ്ഞേ? നീ പറഞ്ഞത് ശരിയാ കബനി. സാറിന് മാറ്റമുണ്ട്. ഒഴിഞ്ഞു മാറാനാ നോക്കുന്നേ. സാറിന് നമ്മൾ ഇതുവരെ കണ്ടൊരു ആറ്റിറ്റ്യൂഡേ അല്ല. ആണെന്ന് മാത്രം സംസാരിക്കുക, അതും നല്ല ദേഷ്യം പോലെ. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എനിക്ക് കാര്യം എന്താന്ന് അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ എല്ലാവരും എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങും. എനിക്കത് പറ്റില്ല പത്മിനി. സർ, ഒരു മിനിറ്റ്. എന്നോടിനി
ഒരിക്കലും സംസാരിക്കില്ലാൻ തീരുമാനം എടുത്തിരിക്കുകയാണോ? നോമിനേഷൻ കൊടുത്തതെന്നല്ലാതെ മറ്റൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ അറിവിലില്ല. ഉണ്ടെങ്കിൽ സാർ ഒന്ന് പറയൂ. നോക്ക്, ഇത് ക്യാമ്പസാണ്. തൽക്കാലം ഇവിടെ ഇത്തരം സംസാരങ്ങൾ വേണ്ട. നമ്മള് ഇതിനു മുമ്പ് സംസാരിച്ചതൊക്കെ ഈ ക്യാമ്പസിൽ വെച്ച് തന്നെ അല്ലേ? സർ പ്ലീസ്, എന്താ കാര്യമൊന്ന് പറ. പറഞ്ഞാൽ തനിക്കത് മനസ്സിലാവണമെന്നില്ല. മാറിയത് ഞാൻ മാത്രമല്ല. സർ, രംഭ, ഓടൊക്കെ നിസ്സാരല്ലോ. അതെ, അല്ലെങ്കിൽ എവിടെ നോക്കിയാലും ഇവള് ഋഷി സാറും കൂടി സംസാരിക്കുന്നതല്ലേ കാണാറുള്ളൂ. രംഭ, എലക്ഷൻ കഴിയുമ്പോ ചെയർമാൻഷിപ്പിനോടൊപ്പം ഋഷി സാറിനെ കൂടി നിനക്ക് തിരിച്ചു കിട്ടോടി. സത്യം പറഞ്ഞ അവളെ എനിക്കെതിരെ മത്സരിക്കാൻ എടുത്ത തീരുമാനത്തിൽ ഞാനിപ്പോ ഒരുപാട് സന്തോഷിക്കുക. അവര് തമ്മിലുള്ള വിഷയം എന്തായാലും അത് കണ്ടെത്തി അല്പം മസാല പുരട്ടി കൊടുത്ത രുചി കൂടും. സോ അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി, കാരണം കണ്ടെത്തൽ. എന്തായാലും ഇനി അകലാനല്ലാതെ അടുക്കാൻ നമ്മൾ സമ്മതിക്കരുത്. മനസ്സിലായോ? പോവാം. എടി, നീ ഒന്ന് എഴുന്നേറ്റ് വാ. എല്ലാ ക്ലാസ്സിലും പോയി വോട്ട് ചോദിക്കണ്ടേ? എന്തിന്? ജയിക്കാനോ? ഇനിയിപ്പോ ജയിച്ചിട്ട് എന്താ? ജയിച്ചിട്ട് എന്താന്നോ? പ്രധാനമന്ത്രി ആവാൻ. അതിനല്ലേ നീ മത്സരിക്കുന്നേ. നീ വരുന്നുണ്ടോ കബനി? ഞാൻ ഒന്നിനുമില്ല. ഇനി ക്ലാസ്സിലേക്കും വരുന്നില്ല, ഈ കോളേജിലേക്കും വരുന്നില്ല. അവിടെ ഹോസ്റ്റലിൽ എങ്ങാനും ഇരുന്നോളാം. അത് കൊള്ളാലോ. അങ്ങനെ ആർക്കാ അടച്ചുപൂട്ടിയിരിക്കാൻ പറ്റാത്ത? ഋഷി സാറിന് മിണ്ടാൻ തോന്നുമ്പോഴേ സാർ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ. നീ അതിന്റെ പേരിൽ മുഖം വെറുപ്പിച്ചിരിക്കാനൊന്നും ഞാൻ സമ്മതിക്കൂല. വാ കബനി, വാടി. ഞാൻ എന്ത് ചെയ്തിട്ടാടി? പലതവണ ചോദിച്ചു, പിന്നാലെ നടന്ന് കെഞ്ചി. ഒഴിവാക്കുന്നതിന് ഒരു പരിധിയില്ലേ? കാര്യം എന്താണെന്നൊന്ന് തുറന്നു പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. സാറ് കാണിക്കുന്ന ഈ അകലം പോലും ആഘോഷിക്കുന്നവരുണ്ടല്ലോ, അതെങ്കിലും ആലോചിക്കണ്ടേ? എന്തായാലും നീ ഇനി ക്യാമ്പസിൽ വെച്ച് സാറിനോട് സംസാരിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നീ നാണം കേടുകയുള്ളൂ. നാളെ സാറിന്റെ വീട്ടിൽ ഡാൻസ് ക്ലാസ് ഉണ്ടല്ലോ. ഞാൻ പോകുന്നില്ല. പിന്നെ ആരാ? ഞാൻ പോവാനോ? എടി, അവിടെ ആവുമ്പോ സഞ്ജന ചേച്ചി ഉണ്ട്, നിത്യയുണ്ട്. അവരുടെ കൂടെ ഇരുന്ന് ചോദിക്കാമല്ലോ നിനക്ക്. ഇവിടുത്തെ ഗൗരവൊന്നും സാർ വീട്ടില് കാണിക്കൂല. ആരാ പറഞ്ഞേ? ഞാനാ പറയുന്നേ. തൽക്കാലം നീ അത് കേട്ടാ മതി. ഇവിടുത്തെ ഗൗരവൊന്നും സാർ വീട്ടില് കാണിക്കൂല. ആരാ പറഞ്ഞേ? ഞാനാ പറയുന്നേ. തൽക്കാലം നീ അത് കേട്ടാ മതി. നാളെ അവിടുന്ന് വന്നാലേ ഈ കാരണം തേടിയുള്ള അലച്ചിലില്ലേ അതോടെ നിർത്തിക്കോണം. അല്ലെങ്കിലേ എന്റെ അടുത്തൊരു പണിയുണ്ട്. ഞാനും ആരെങ്കിലും കയറി പ്രേമിക്കും, പറ്റിയ ഏതെങ്കിലും സാറിന് തന്നെ. എന്നിട്ട് എനിക്ക് മുഖം വെറുപ്പിച്ചിരിക്കാലോ നിന്നെ പോലെ. അപ്പോ നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ നോക്കണം. തൽക്കാലം എന്നെ സഹിക്കാൻ പറ്റിയൊരുത്തൻ ഇവിടെ പഠിക്കാനും ഇല്ല, പഠിപ്പിക്കാനും ഇല്ല. എവിടെയെങ്കിലും നോക്കണം. അതെ, നീ സാഹസൊന്നും കാണിക്കില്ലേ പത്മിനി? എന്നാ മര്യാദക്ക് സാറിനോട് സംസാരിക്കാന്ന് പറ. സംസാരിക്കും. ശരി, എന്നാ ഞാനേ എല്ലാ ആമ്പിള്ളേരെയും വെറുതെ വിടാം. നീ വാ വാ.
സർ, കബനിയോ? സത്യം പറഞ്ഞ ഞാൻ കുറച്ചു മുമ്പ് വിളിക്കണമെന്ന് വിചാരിച്ചതാ. എന്താ? മോൾക്കൊരു ജലദോഷം. അയ്യോ. വരുൺ അവളെയും കൂട്ടി ഡോക്ടറെ അടുത്ത് പോയിരിക്കുക. ഇപ്പൊ വരുമോ? ഇല്ല, വരുണിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൂടി കയറും. കബനി വാ. ഋഷി സാർ എന്തെങ്കിലും പറഞ്ഞോ? എന്താ പിന്നെ വഴക്കിട്ടോ രണ്ടുപേരും? അത് ഞാൻ എന്ത് ചോദിച്ചാലും സാർ ഇപ്പൊ മിണ്ടാറില്ല. അത് ശരി, ഞാൻ വിളിക്കാലോ അവനെ. ഋഷി. ചേച്ചി വേണ്ട ചേച്ചി, വാതില് തുറന്നത് സാറാ. ഇപ്പോഴും അങ്ങനെ തന്നെ. സത്യം പറഞ്ഞ നിങ്ങളുടെ വഴക്കിന്റെ കാരണം ചോദിക്കുന്നവരാ മണ്ടന്മാര്. നീർപ്പോളയാണല്ലോ രണ്ടുപേരും, ഒറ്റ കുത്തുപോരെ പൊട്ടാൻ. എന്തായാലും നമുക്ക് ചോദിക്കാം. രണ്ടാളുടെ ഇടയിൽ ഇങ്ങനെ മധ്യസ്ഥ നിൽക്കുന്നതിനെ എനിക്ക് കൂലി തരണം. ഇതാരാ കബനിയോ? നിത്യക്ക് നിന്നോട് എന്തോ സർപ്രൈസ് പറയാനുണ്ട്. എന്താ? ഒന്നുമില്ലടോ, ഞാൻ പഠിക്കുന്ന കോളേജിൽ നിന്ന് ഒന്ന് മാറാൻ തീരുമാനിച്ചു. അവിടെ മുഴുവൻ സമയവും അടിപിടിയാ. അത് ശരിയാവില്ല. കോളേജ് ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞപ്പോ ഇവിടെ എല്ലാവർക്കും സമ്മതം. എന്നിട്ട് സർപ്രൈസ് എന്താ? MA സൈക്കോളജി ആയതുകൊണ്ട് ആകെ 3-4 കോളേജിലുള്ളൂ. അതൊക്കെ ദൂരെയാ. മാത്രമല്ല സീറ്റും വേണമല്ലോ. MA സൈക്കോളജി ഞങ്ങളുടെ കോളേജിലുണ്ടല്ലോ. ഋഷി സാറിനോട് പറഞ്ഞ് അതങ്ങ് നോക്കിക്കൂടെ? അത് തന്നെയാ സർപ്രൈസ്. നിത്യ ഇനി പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ കോളേജിലാ. ആണോ? ആ, എന്തേ ഇനിയിപ്പോ എന്തെങ്കിലും എതിർപ്പുണ്ടോ? പിന്നെ ഇതിലും സന്തോഷമുള്ള കാര്യം എന്താ? നിത്യ വന്നാ അത് ഞങ്ങൾക്കൊരു ബലമല്ലേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോ നിർത്തിയതാ. സർട്ടിഫിക്കറ്റ് ഒക്കെ പൊടി തട്ടിയെടുത്ത് ഞാനും കൂടി വന്നാലോ എന്ന് ആലോചിക്കാം. എന്നാ വാ. ഈ ആഗ്രഹം അമ്മയോട് പറഞ്ഞാ മതി. എന്നെ സ്റ്റുഡന്റ് അല്ല, അവിടുത്തെ പ്രിൻസിപ്പൽ ആക്കി കളയും. അത് ശരിയാ. അപ്പൊ പൊന്നു മോളെ, അടുത്ത ദിവസം മുതല് ഞാൻ അന്നപൂർണ കോളേജില് നിങ്ങളോടൊപ്പം ഉണ്ട്. ഞാൻ നോക്കട്ടെ ഇവിടുന്ന് പഠിപ്പിക്കാൻ വരുന്ന ആള് അവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നേന്ന്. ഞാൻ ആ കോളൊന്ന് എടുക്കട്ടെ കബനി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. നീ നിക്ക്, ഞാൻ ചായ എടുക്കാം. വേണ്ട, എന്തായാലും ക്ലാസ് ഇല്ലല്ലോ. വെറുതെ ഇരുന്ന് എന്തിനു ഒരു പരീക്ഷണം? എടുത്തി ഞാൻ വെളി പോവാണേ. ആ ഋഷി, ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടല്ലോ. നീ എന്താ അവളോട് മിണ്ടാത്തത്? ഞാനിന്ന് പുറത്തു പോയി എടുത്തി. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. എനിക്ക് തിരക്കുണ്ട്. എന്നതേ കബനി കൂടി അങ്ങോട്ട് വിട്ടോ. ഇന്ന് ഡാൻസ് ക്ലാസ് ഇല്ല. ഞാൻ ആ വഴിക്കല്ല. അതെന്ത് പണിയാ? എടുത്തി കാര്യത്തിൽ ഇടപെടണ്ട. അത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ എന്ത് വിഷയം വന്നാലും ഇടപെടാൻ നീ എന്നെ നിർബന്ധിക്കുന്നതാണല്ലോ. ഇതങ്ങനെയല്ല. ഏയ് ഋഷി. ചേച്ചി വേണ്ട. സർ, എന്നെ പോലെ ഒരാളെ അവഗണിക്കാൻ സാറിന് ന്യായമായ 100 കാര്യങ്ങൾ കാണും. ഇതുവരെ അങ്ങനെയൊന്നും കാണിക്കാത്തത് കൊണ്ടാ എനിക്കിപ്പോ ചോദിക്കേണ്ടി വരുന്നത്. എന്താ കാര്യം? ഒഴിഞ്ഞു മാറാൻ ആരെങ്കിലും നിർബന്ധിച്ചതാണോ? അതോ സ്വന്തം താല്പര്യമാണോ? മറ്റാരുടെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങാറില്ല. പിന്നെ എന്തിനാ ഈ ഒളിച്ചോട്ടം? ആരൊളിച്ചോടി? ഒരുപാട് മുകളിലേക്ക് സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നവരോട് ഏറ്റവും മുമ്പേ അകലുന്നല്ലേ നല്ലത്. മനസ്സിലായില്ല. കോളേജിലെ ചെയർമാൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഒരുപാട് വലിയ മോഹങ്ങളുണ്ടാവും. നാളെ രാഷ്ട്രീയക്കാരെ തിരക്കി വരും. അവരുടെ മെമ്പർഷിപ്പ് എടുക്കാം, പ്രവർത്തിക്കാം. സ്ത്രീകൾക്കിപ്പോ പൊളിറ്റിക്സിൽ നല്ല ചാൻസാ. ഉള്ളിന്റെ ഉള്ളിൽ സ്ഥാനമോഹം ഉണ്ടെങ്കിൽ. ഒന്ന് നിർത്തണം സർ. ഞാൻ സ്ഥാനാർത്ഥിയായി നിന്നത് ഏത് കണ്ടീഷനിലാണെന്ന് സാറിനും അറിയാലോ. അവസരം മുതലെടുക്കുന്നത് തന്നെയാ ശുദ്ധ രാഷ്ട്രീയം. മണികണ്ഠൻ പിന്മാറിയത്
എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞിട്ടും ഒരു തടസ്സമില്ലായിരുന്നല്ലോ. അവനെ തല്ലി ചതച്ചത് ആരാണെന്ന് സാറിനും അറിയാം. എന്താ അവരുടെ മുമ്പിൽ തല താഴ്ത്തേണ്ടവരാണോ ഞങ്ങളൊക്കെ? പ്രതികാരം ചെയ്യാൻ താനാരാ? അതിന് തനിക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല സർ, ഒന്നുമില്ലെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. മണികണ്ഠൻ നോമിനേഷൻ കൊടുത്തപ്പോ അതിനെ എതിർത്തതാ ഞാൻ. അന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത് സാറാ. മറന്നു അതൊക്കെ? ഗതിയില്ലാത്തവര് തോൽക്കാനെങ്കിലും അല്പം വൈകുമെന്ന് ബോധ്യപ്പെടുത്താനാ ഞാൻ നിന്നത്. അതിനും അവകാശമില്ലേ ഞങ്ങൾക്ക്? ജയിക്കണ്ട സർ, എനിക്കങ്ങനെ ഒരു പദവിയും വേണ്ട. പക്ഷേ ഇനി ഞാൻ പിന്മാറില്ല. കാരണം മണികണ്ഠനും ഞാനും അടക്കം ഒരുപാട് പാവങ്ങള് തോറ്റില്ലാതായി പോവും.